അയ്യൂബ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ മക്ബറയാണ് ഇന്ന് നമ്മൾ സന്ദർശിക്കാൻ പോകുന്നത്. നമ്മൾ അതിനടുത്തായിട്ടാണ് നിൽക്കുന്നത്. അത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും. ഈ ഒരു ഏരിയ ഫുള്ള് മഞ്ഞ് മൂടിയിട്ടാണ്. ഇത് മഴയല്ല, മഞ്ഞാണ്. സമാധാനത്തിന് ഒരു പര്യായമുണ്ടെങ്കിൽ അത് അയ്യൂബ് നബി അലൈഹിസ്സലാമാണ്. അദ്ദേഹത്തിന്റെ കാൽപാദം പതിഞ്ഞ ഭാഗങ്ങളാണ് ഇവിടെ ദൃശ്യമാകുന്നത്. സലാലയിൽ നിന്നും 27 കിലോമീറ്റർ മാറി ബെയ്ത് സാർബിജ് എന്ന താഴ്വരയിലാണ് അദ്ദേഹത്തിന്റെ മക്ബറ നിലകൊള്ളുന്നത്. 4 മീറ്റർ നീളവും 1.5 മീറ്റർ പൊക്കവുമാണ് ഈ മക്ബറയ്ക്കുള്ളത്. പ്രകൃതി ഭംഗിയാൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു താഴ്വരയിലാണ് ഈ മക്ബറയുള്ളത്. ആയതിനാൽ ഇന്നത് ഒരു ടൂറിസ്റ്റ് കേന്ദ്രം കൂടിയാണ്. അദ്ദേഹം ആ നാട്ടിലെ വളരെ ധനികനും ദരിദ്രരെ സഹായിക്കുന്നവനും സൃഷ്ടാവിനോട് നന്ദിയുള്ളവനുമായിരുന്നു. അങ്ങനെയിരിക്കെ അദ്ദേഹത്തിന്റെ ആരാധനയെ തകർക്കാനും റബ്ബിനോടുള്ള വിശ്വാസം നശിപ്പിക്കാനുമായി ഷെയ്ത്താൻ പല പണികളും നടന്നു. അതിൽ അദ്ദേഹത്തിന്റെ സ്വത്തുക്കളും മക്കളും എന്തിലേറെ പറയുന്നു സ്വന്തം ആരോഗ്യം വരെ നഷ്ടപ്പെട്ടു. ഭാര്യ ഒഴികെ എല്ലാവരും ഉപേക്ഷിച്ചപ്പോഴും 8 വർഷക്കാലം രോഗിയായി കിടന്നപ്പോഴും അദ്ദേഹത്തിന് സൃഷ്ടാവിനോടുള്ള ആരാധനയിൽ ഒരു കുറവും ഉണ്ടായില്ല. ശേഷം അദ്ദേഹം റബ്ബിന്റെ കാവലിനായി തേടുകയും നിലത്ത് ആഞ്ഞു ചവിട്ടാനായി പടച്ചവനെ ആവശ്യപ്പെടുകയും ചെയ്തു. അതിൽ നിന്നും ഒരു ഉറവ പ്രത്യക്ഷപ്പെടുകയും അത് കുടിക്കാനും കുളിക്കാനുമായി പടച്ചവൻ അദ്ദേഹത്തോട് ആവശ്യപ്പെടുകയും അപ്രകാരം ചെയ്തപ്പോൾ അദ്ദേഹത്തിന്റെ അസുഖങ്ങളെല്ലാം മാറി. അതുമാത്രമല്ല, അദ്ദേഹത്തിന്റെ സന്താനങ്ങളെയും സ്വത്തുക്കളെയും തിരികെ നൽകുകയും ചെയ്തു. അദ്ദേഹം കുളിക്കാനായി ഉപയോഗിച്ചിരുന്ന കുളവും അതിനെ ചുറ്റിയുള്ള ഗുഹകളുമാണ് ഇപ്പോൾ വീഡിയോയിൽ ദൃശ്യമാകുന്നത്. നമ്മുടെ നാടിനെ ഓർമ്മിപ്പിക്കുന്ന വിധം പല കടകളും കച്ചവട സാധനങ്ങളും ഇവിടെയുണ്ട്. ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഇവിടെ ഫാമിലിയായോ ഒറ്റയ്ക്കോ നിങ്ങൾ ഒന്ന് വിസിറ്റ് ചെയ്യണം. കാരണം അത്രയ്ക്കും ഭംഗിയുള്ളതാണ് ഈ താഴ്വര. നാട്ടിലെ പല നാടൻ വിഭവങ്ങളും നിങ്ങൾക്ക് ഇവിടെ ലഭ്യമാണ്. കന്നുകാലികൾ മേയുന്ന മേച്ചിൽപ്പുറങ്ങളും മഞ്ഞ് വീണ് കിടക്കുന്ന താഴ്വരകളും ഇവിടുത്തെ മറ്റൊരു പ്രത്യേകതയാണ്.